ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലഞ്ച് കോംബോ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കുന്നത് മോര് കാച്ചിയതാണ്. സിമ്പിളായിട്ടുള്ളൊരു മോര് കാച്ചിയ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ തൈരെടുത്തു, നല്ല കട്ട തൈരെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മോരെടുക്കാം. ഓക്കെ, തൈരിന് പകരം നിങ്ങൾക്ക് മോര് ചേർക്കാം. തൈരാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ആ മോരിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. പിന്നെ പുളിയുള്ള തൈര് എടുക്കുക, എന്നാലാണ് ആ ഒരു മോര് കാച്ചിയതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് സെറ്റ് കേടല്ല ഉദ്ദേശിക്കുന്ന, സാധാരണ നല്ല പുളിയുള്ള തൈരുണ്ടല്ലോ അതെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കാച്ചാനാണ്, അതായത് നമുക്ക് മോര് കാച്ചണം. അതാണല്ലോ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനായിട്ടൊരു പാൻ വയ്ക്കുക, പാനോ കടായോ എന്താ വെച്ചാൽ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കടുക് താളിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അപ്പോൾ പിന്നെ ഉലുവ ചേർക്കാം. ഞാൻ ഇതിൽ ഉലുവ ചേർക്കാനായിട്ട് ആക്ച്വലി മറന്നുപോയി. അപ്പോൾ നിങ്ങൾ കടുക് ചേർത്തതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറിവേപ്പില പിന്നെ വറ്റൽമുളക് ഒക്കെ ചേർക്കാം. പിന്നെ നമ്മളിതിൽ ചേർക്കാൻ പോകുന്ന ഇനി സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ഒക്കെ ഓപ്ഷനാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റാന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. സവോളയ്ക്ക് പകരം ചെറിയുള്ളി ഞാൻ പറഞ്ഞല്ലോ, ചെറിയുള്ളി അല്ലെങ്കിൽ സവോള, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് ചതമുളകാണ്. ഞാൻ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചതമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കുക. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പച്ചമുളക് കൂടുതൽ ചേർത്ത് വറ്റൽമുളക് ഉണ്ട്, അപ്പോൾ ആ എരിവിന് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വെച്ച് കളറിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി ചേർക്കുക. അതല്ല സാധാ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റി അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത്, അതായത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര്, ആ മോര് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. മോര് തിളയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എന്താ പറയുക, അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ചെറിയ രീതിയിൽ തള വരുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, നാളികേരം ചിരകിയതും അങ്ങനെ ചിരകിയിട്ട് നമുക്ക് അരച്ചിട്ട് അങ്ങനെയും ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ നാളികേരം ചിരകി അരച്ചതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മോര് കാച്ചി പോലെ തയ്യാറാക്കാം. ഇതിപ്പോൾ നാളികേരം ഇല്ലാത്ത വേർഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു റെസിപ്പി. പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണ്. അതായത് ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചെറിയ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഒത്തിരി വലിയ പീസസ് ആക്കണ്ട, കാരണം നമ്മളിത് വേറെ വേവിച്ചിട്ടല്ല ചേർക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ സവോള വഴറ്റിന് ശേഷം അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ എന്താ പറയുക, കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടിക്ക് നമുക്കൊരു കടായി വെക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് ചോറ് ആവുന്നുണ്ട് കേട്ടോ, കലം കണ്ടില്ലേ, അത് ചോറാവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണോ, അത് മെഴുക്ക് പുരട്ടിക്ക് ഏതാ നിങ്ങൾ താല്പര്യം വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവോള അരിഞ്ഞത്, അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞത്
അത് രണ്ടുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക കടുകൊക്കെ താളിച്ചിട്ട് ചേർക്കാം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സവോളയും വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇതിൽ അധികം എന്താ പറയുക സവോള മൂപ്പിച്ചെടുക്കുന്നില്ല, അതായത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ബ്രൗൺ കളറായിട്ട് നമ്മൾ എടുക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് അതൊന്ന് എന്നാൽ ഒരുവിധം ഒന്ന് എന്താ പറയുക വഴറ്റി എടുക്കുകയും ചെയ്യും, അതായത് ചെറിയൊരു കളർക്ക് മാറുകയും വേണം. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ ഇതല്ലേ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകൊക്കെ ഞാൻ പറയുന്നത് കടുക് താളിച്ച് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് സവാള ഇട്ടാലും അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ചെറിയൊരു പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിവേപ്പില ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ആണ് ചേർക്കുന്നത്. വേറെ മസാലാസൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇപ്പോൾ എന്താ പറയുക മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ അല്ലെങ്കിൽ പെപ്പർ പൗഡറോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ആ ഒരു പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഞാൻ കുറച്ച് ലേശം വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം, ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് സോക്കെന്ന് വെച്ചാൽ നമ്മൾ ആ കളറ് മാറാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഊറ്റിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം എന്തായാലും ആ ഒരു കടായിലേക്ക് എന്താ പറയുക മിക്സിലേക്ക് ഉണ്ടാവും. അപ്പോൾ അത് മാത്രമേ ഞാൻ ചേർത്തുള്ളൂ, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമ്മൾ മൂടി വേവിക്കുകയാണ് ചെയ്യുന്നത്, വേറെ വെള്ളം ചേർക്കുന്നില്ല. പിന്നെ അതിൽ നമ്മൾ ഓയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കിടന്നാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പാത്രം അടച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് പാത്രം തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ എന്താ പറയുക പാത്രം അടച്ച് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് പാത്രം അടച്ചും തുറന്നും കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക ഒരു മോര് കാച്ചിയതും അതേപോലെ തന്നെ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയാണ് തയ്യാറായത്. ലഞ്ചിനുള്ള കോംബോ ആട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും എന്താ പറയുക കുറച്ച് വെള്ളത്തിന് അംശമൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തുകൊണ്ട് ഒന്ന് ട്രൈ ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ കുക്കായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ആദ്യം വേവിച്ചെടുത്തിട്ടല്ല നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസസായി കട്ട് എടുത്താൽ അത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഓക്കെ, പിന്നെ ഉപ്പൊക്കെ ഈ സ്റ്റേജിൽ നിങ്ങൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുക ഫിഷ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ എന്താ പറയുക കൂട്ടൊന്നും നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി. സിമ്പിളായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ് മത്തിയാണ്, അതായത് ചാള മത്തി എന്നൊക്കെ പറയും. ആ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ ഫിഷ് മസാല, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ, ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതും ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തു. അപ്പം മീൻ ഞാൻ കുറച്ച് 2-3 ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഞാൻ മീൻ കഴിക്കില്ല, അപ്പോൾ വിക്രം മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ആൾക്കുള്ളത് മാത്രമേ ഞാൻ ഫ്രൈ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ലഞ്ച് കോംബോയിൽ എന്തൊക്കെയാണ് വിഭവം എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മോര് കാച്ചിയത്, അതേപോലെ തന്നെ എന്താ പറയുക മെഴുക്ക് പുരട്ടി, പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി, പിന്നെ ഫിഷ് ഫ്രൈ ആണ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് പിക്കിളും പിന്നെ പപ്പടം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം.
പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കോംബോ. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു ലഞ്ച് കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കാം. ഓക്കെ, ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.